തൃശൂർ നഗരത്തെ 3 മണിക്കൂറോളം പരിഭ്രാന്തിയിലാഴ്ത്തിയ കൊമ്പൻ ശിവലക്ഷ്മി ഇടഞ്ഞോടിയ സംഭവത്തിൽ നാശനഷ്ടങ്ങളുടെ പ്രാഥമിക കണക്ക് പുറത്തുവന്നു. വീടുകളും പൊതുസൗകര്യങ്ങളും തകർന്ന സംഭവത്തിൽ 1.5 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനം. ദേശീയപാത നിർമ്മാണ കമ്പനിക്കെതിരെ കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധം ശക്തമാകുന്നു. നഗരസഭയുമായുള്ള കരാർ ലംഘിച്ചെന്നാരോപിച്ച് LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപരോധിച്ച് സമരം. കൊടുങ്ങല്ലൂർ UDFൽ മുസ്ലിം ലീഗിന് അവഗണനയെന്ന പരാതിയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. മാളയിൽ മന്ത്രി OJ ജനീഷ് നൽകിയ സ്വീകരണ ചടങ്ങിൽ നിന്ന് ലീഗ് നേതൃത്വം വിട്ടുനിന്നതോടെയാണ് മുന്നണിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ പുറത്ത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ നഗരത്തെ 3 മണിക്കൂറോളം പരിഭ്രാന്തിയിലാഴ്ത്തിയ കൊമ്പൻ ശിവലക്ഷ്മി ഇടഞ്ഞോടിയ സംഭവത്തിൽ നാശനഷ്ടങ്ങളുടെ പ്രാഥമിക കണക്ക് പുറത്തുവന്നു. വീടുകളും പൊതുസൗകര്യങ്ങളും തകർന്ന സംഭവത്തിൽ 1.5 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകാനാണ് തീരുമാനം. കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് 1.5 ലക്ഷം രൂപയുടെ സിവിൽ വർക്ക് നഷ്ടം കണക്കാക്കിയത്. ശനിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് തൃശൂർ സ്വരാജ് റൗണ്ടിൽ നിന്ന് ചേറൂർ റോഡിലെ ഗാന്ധിനഗർ ഭാഗത്തേക്ക് കൊമ്പൻ ശിവലക്ഷ്മി ഓടിയത്. 3 മണിക്കൂറോളം നഗരമൊട്ടാകെ ആശങ്കയും ഭീതിയും പരത്തിപ്പാഞ്ഞ ആനയെ ഒടുവിൽ രാവിലെ 11 മണിയോടെ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ഇടഞ്ഞോടിയ ആനയുടെ ആക്രമണത്തിൽ 5 വീടുകളുടെ മതിലുകൾ തകർന്നു. കൂടാതെ പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന് മുന്നിലെ ട്രസ്സിന്റെ ഒരു ഭാഗത്തിലും ടൗൺഹാൾ ഫെൻസിംഗിന്റെ ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാരുടെ നേതൃത്വത്തിൽ നാശനഷ്ടങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് കോർപ്പറേഷൻ അധികൃതർക്ക് കൈമാറിയിരുന്നു. കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് 1.5 ലക്ഷം രൂപയുടെ സിവിൽ വർക്ക് നഷ്ടം കണക്കാക്കിയത്. അതേസമയം വാഹനങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പെരിങ്ങാവ് വില്ലേജ് പരിധിയിൽ 5 സ്കൂട്ടറുകളും 1 കാറും, തൃശൂർ വില്ലേജ് പരിധിയിൽ 1 കാറും 1 ഓട്ടോറിക്ഷയും ആന തകർത്തതായാണ് റിപ്പോർട്ട്. വാഹനങ്ങളുടെ നാശനഷ്ടം വിലയിരുത്തുന്നതിനായി പ്രത്യേക ഏജൻസിയുടെ പരിശോധന കൂടി നടക്കും. ഇടഞ്ഞോടിയ ആനയ്ക്കും വാഹനങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷയുള്ളതിനാൽ വാഹന ഉടമകൾക്ക് നഷ്ടപരിഹാരം ഇൻഷുറൻസ് വഴിയും ലഭിക്കുമെന്നാണ് സൂചന. 3 മണിക്കൂർ നഗരത്തെ ആശങ്കയിലാഴ്ത്തിയ ശിവലക്ഷ്മിയുടെ ഇടയൽ വലിയ ദുരന്തമാകാതെ അവസാനിച്ചെങ്കിലും ഉത്സവകാല സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തമാവുകയാണ്. മീഡിയ ടൈം, തൃശൂർ. ദേശീയപാത നിർമ്മാണ കമ്പനിക്കെതിരെ കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധം ശക്തമാകുന്നു. നഗരസഭയുമായുള്ള കരാർ ലംഘിച്ചെന്നാരോപിച്ച് LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപരോധിച്ച് സമരം ആരംഭിച്ചു. റോഡുകളുടെ തകർച്ച ജനങ്ങളുടെ യാത്ര ദുരിതമാക്കിയെന്നും നിരവധി പ്രദേശങ്ങളിൽ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. ദേശീയപാത നിർമ്മാണ കമ്പനി ഓറിയന്റൽ കൊടുങ്ങല്ലൂർ നഗരസഭയുമായി ഉണ്ടാക്കിയ കരാർ പാലിച്ചില്ലെന്നാരോപിച്ചാണ് പ്രതിഷേധം ശക്തമായത്. ദേശീയപാത നിർമ്മാണത്തിനായി പ്രദേശത്ത് വ്യാപകമായ മണ്ണെടുപ്പ് നടന്നിരുന്നു. പുഴയിൽ നിന്നെടുത്ത മണ്ണ് നഗരസഭ റോഡുകളിലൂടെ അമിതഭാരം കയറ്റിയ വാഹനങ്ങളിൽ കൊണ്ടുപോയതോടെയാണ് റോഡുകൾ തകർന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. കരാർ പ്രകാരം പുല്ലൂറ്റ് മണ്ണാറത്താഴം റോഡ്, പുല്ലൂറ്റ് ഫയർ സ്റ്റേഷൻ റോഡ്, നഗരസഭ പാർക്ക് റോഡ്, ഫീനിക്സ് സ്കൂൾ റോഡ്, ഉഴുവത്തുകടവ് റോഡ് ഉൾപ്പെടെ 5 പ്രധാന റോഡുകളുടെ പുനർനിർമ്മാണം ഓറിയന്റൽ കമ്പനി ഏറ്റെടുത്തിരുന്നു. എന്നാൽ ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ലെന്ന് LDF നേതാക്കൾ ആരോപിച്ചു. നമുക്കറിയാം, നമ്മുടെ നല്ല നാട്ടുകാരായ ജനങ്ങൾ സ്ഥലം വിട്ടുകൊടുത്തിട്ടാണ് ഇതേപോലെ ഒരു ദേശീയപാത ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതിലേർപ്പെട്ടിട്ടുള്ള കരാറുകാർ കമ്പനിക്കാർ തീർച്ചയായിട്ടും ഈ കൊടുങ്ങല്ലൂർ മേഖലയിൽ കൂടെ കടന്നു പോകുന്ന ഈ ദേശീയപാതയുടെ നിർമ്മാണം നടത്തിയിട്ടുള്ള 2 കമ്പനികൾ ഓറിയന്റൽ കമ്പനിയും ശിവാലയ കമ്പനിയുമാണ്. അന്ന് അവരുമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി തീർച്ചയായിട്ടും മണൽ നമുക്കറിയാം ഗവൺമെന്റ് അനുവദിച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ്. നമ്മുടെ തീരദേശ പ്രദേശങ്ങളിൽ നിന്ന് പുഴയിൽ നിന്ന് മണ്ണ് എടുക്കാൻ ഇവർക്ക് അനുവാദം കൊടുത്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നഗരസഭയുമായി അന്ന് എഗ്രിമെന്റ് വെച്ചിട്ടുള്ള ഒരു പ്രമാണം നമ്മളുടെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും അവർ അന്ന് എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത് ആ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണലെടുക്കുന്ന ആ മുനിസിപ്പൽ റോഡുകൾ എല്ലാം തന്നെ BMDC പ്രകാരമുള്ള അത്രയും ക്വാളിറ്റിയുള്ള റോഡുകളാക്കി മാറ്റിത്തരാമെന്നുള്ള എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ആ ഡ്രഡ്ജിങ് നടത്താനും അതുപോലെ തന്നെ ആ റോഡിലേക്ക് കൂടിയുള്ള ഡ്രഡ്ജിങ് സംവിധാനം നമ്മൾ മുനിസിപ്പൽ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചാണ് കോട്ടപ്പുറം മേഖലയിൽ നടക്കുന്ന ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ സമരം ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK രാധാകൃഷ്ണൻ അധ്യക്ഷനായി. CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി, CPI ജില്ലാ കൗൺസിൽ അംഗം PP സുഭാഷ്, PN രാമദാസ്, രതീഷ്, ലത ഉണ്ണികൃഷ്ണൻ, റസോജ ഹരിദാസ്, KK ഹാഷിഖ്,
CP രമേശൻ, KS കൈസാബ് എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. റോഡുകളുടെ തകർച്ച ജനങ്ങളുടെ യാത്ര ദുരിതമാക്കിയെന്നും നിരവധി പ്രദേശങ്ങളിൽ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. നഗരസഭയുമായുള്ള കരാർ നടപ്പിലാക്കാതെ മുന്നോട്ടു പോകാൻ അനുവദിക്കില്ലെന്നും സമര നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ UDF-ൽ മുസ്ലിം ലീഗിന് അവഗണനയെന്ന പരാതിയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. മാളയിൽ മന്ത്രി OJ ജനീഷിന് നൽകിയ സ്വീകരണ ചടങ്ങിൽ നിന്ന് ലീഗ് നേതൃത്വം വിട്ടുനിന്നതോടെയാണ് മുന്നണിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ പുറത്തുവന്നത്. അതേസമയം വിജയാഹ്ലാദ ചടങ്ങുകൾ പോലുള്ള അവസരങ്ങളിൽ വിട്ടുനിൽക്കുന്ന സമീപനം ബാലിശമാണെന്നാണ് കോൺഗ്രസ് നിലപാട്. മാളയിൽ മന്ത്രി OJ ജനീഷിന് നൽകിയ സ്വീകരണ പരിപാടിയിൽ മുസ്ലിം ലീഗിനെ അവഗണിച്ചുവെന്നാണ് നേതൃത്വത്തിന്റെ പരാതി. പ്രചരണ ഫ്ലക്സുകളിൽ കോൺഗ്രസ് നേതാക്കളുടെ ചിത്രങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയതും ലീഗിനെ പരിഗണിക്കാത്തതുമാണ് പ്രതിഷേധത്തിന് കാരണമായത്. മന്ത്രി സ്വീകരിക്കാൻ ലീഗ് പ്രവർത്തകരും അണികളും എത്തിയിരുന്നുവെങ്കിലും തുടർന്ന് നടന്ന സ്വീകരണ പൊതുയോഗത്തിൽ പങ്കെടുക്കാതെ അവർ വിട്ടുനിന്നു. ഇതോടെയാണ് UDF-നകത്തെ ഭിന്നത ചർച്ചയായത്. അതേസമയം പരിപാടിയിലെ സ്വാഗത പ്രസംഗം നിർവഹിക്കാൻ ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റിനെ തന്നെയായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നതെന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വിശദീകരിച്ചു. വിജയാഹ്ലാദ ചടങ്ങുകൾ പോലുള്ള അവസരങ്ങളിൽ വിട്ടുനിൽക്കുന്ന സമീപനം ബാലിശമാണെന്നും കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. മീഡിയ ടൈം, മാള. മഴക്കാലത്തിന് മുന്നോടിയായി ചാലക്കുടി നഗരസഭയിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പ്രധാന തോടുകളും കാനകളും യന്ത്രസഹായത്തോടെ വൃത്തിയാക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. വെള്ളക്കെട്ട് സാധ്യതയുള്ള പ്രദേശങ്ങൾ, പ്രധാന കാനകൾ എന്നിവിടങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ പ്രധാന തോടായ പള്ളിത്തോട്ടിലെ ശുചീകരണം തൊഴിലാളികളെ ഉപയോഗിച്ച് പൂർത്തിയാക്കി. മഴ ശക്തമാകുമ്പോൾ ആദ്യം വെള്ളം കയറുന്ന കുട്ടാടംപാടത്തെ പ്രധാന തോടിന്റെ ശുചീകരണവും ഹിറ്റാച്ചി ഉപയോഗിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. 20 ലക്ഷം രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി കുട്ടാടം തോട്, അട്ടാത്തോട്, ആര്യങ്കാലത്തോട്, KSRTC തോട്, കോരഞ്ചിറത്തോട്, പോട്ടച്ചിറത്തോട് തുടങ്ങി നഗരസഭയിലെ പ്രധാന തോടുകളുടെ ശുചീകരണമാണ് പുരോഗമിക്കുന്നത്. വെള്ളക്കെട്ട് സാധ്യതയുള്ള പ്രദേശങ്ങൾ, പ്രധാന കാനകൾ എന്നിവിടങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. നഗരസഭാ ജീവനക്കാർക്കും പ്രത്യേകമായി നിയമിച്ച തൊഴിലാളികൾക്കും പുറമെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലും വാർഡുതല പ്രവർത്തനങ്ങൾ നടക്കുന്നു. 37 വാർഡുകളിലായി കൗൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള ശുചിത്വ കമ്മിറ്റികൾക്ക് ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നഗരസഭ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. വീടുകളിലെ കിണറുകളുടെ ക്ലോറിനേഷനായി ബ്ലീച്ചിംഗ് പൗഡർ വിതരണം പുരോഗമിക്കുകയാണ്. അതേസമയം ബസ് സ്റ്റാൻഡ്, ഫ്ലൈ ഓവറിന് കീഴ്ഭാഗം, സൗത്ത് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ 60ഓളം തൊഴിലാളികളെയും യന്ത്രങ്ങളെയും ഉപയോഗിച്ച് പ്രത്യേക മാസ് ക്ലീനിംഗ് പ്രവർത്തനവും നഗരസഭ നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ചെയർപേഴ്സൺ ആലിസ് ഷിബു, വൈസ് ചെയർമാൻ KV പോൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷിഫ സന്തോഷ്, ജിയോ കിഴക്കുന്തല, OS ചന്ദ്രൻ, UDF ലീഡർ ഷിബു വാലപ്പൻ, വാർഡ് കൗൺസിലർ BJ ജോജി, ക്ലീൻ സിറ്റി മാനേജർ ജോൺ ദേവസ്യ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഹരീഷ്, സോനേഷ്, പ്രസീജ, ഗംഗ, അനൂപ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കർഷക സംഘം അഖിലേന്ത്യാ കിസാൻ സഭ മാള ഏരിയ സമ്മേളനം സമാപിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KV സജു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വീട്ടിലെ കാര്യം മറ്റുള്ള ആളുകളാണ് തീരുമാനിക്കുന്നത്. എന്റെ വീട്ടിലെ കാര്യം നിങ്ങൾ തീരുമാനിച്ചാൽ എങ്ങനെയുണ്ടാകും? ഇന്ത്യ രാജ്യത്തിന്റെ കാര്യം തീരുമാനിക്കുന്നത് ആരാ? ഇന്ത്യ രാജ്യത്തിന്റെ കാര്യം തീരുമാനിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് അല്ലേ? ട്രംപിനെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളോട് പറയും, നിങ്ങൾ നാവെടുത്താൽ അമേരിക്കയെ കുറിച്ചാണ് പറയുക, നിങ്ങൾ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് പറയില്ല, നിങ്ങൾ അഷ്ടമിച്ചിറയിലെ കാര്യം പറയില്ല, നിങ്ങൾ മാളയിലെ റേഷൻ കടയിലെ പറ്റി പറയില്ല, നിങ്ങൾ പറയുക അമേരിക്കയെ കുറിച്ചാണ് പറയുക. അമേരിക്കയെ കുറിച്ച് പറയണം, പറയേണ്ട സ്ഥലത്ത് പറയണം. ഇപ്പൊ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം ഒരു യുദ്ധത്തിന്റെ സമാനമായിട്ടുള്ള അന്തരീക്ഷത്തിലല്ല നിൽക്കുന്നത്, യുദ്ധ സമാനമായ അന്തരീക്ഷത്തിലല്ല നിൽക്കുന്നത്. അതിനെല്ലാം വഴിവെട്ടിക്കൊടുത്തതാരാ? ഇപ്പൊ യുദ്ധമുണ്ടായിട്ട് എന്തുണ്ടായി? ആ യുദ്ധമുണ്ടായപ്പോ ഓൾ ഇന്ത്യ കിസാൻ സഭയും പുരോഗമന പ്രസ്ഥാനങ്ങളും ചില പന്തം കൊളുത്തികളും ചില സമരങ്ങളും ചില പ്രതിഷേധങ്ങളും ചില പ്രതിഷേധ കൂട്ടായ്മകളും ഒക്കെ സംഘടിപ്പിച്ചപ്പോ ഞങ്ങളെ കളിയാക്കി. ഏരിയ പ്രസിഡന്റ് TK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, K അരവിന്ദൻ, AR ഡേവിസ്, ജയ ബിജു, PA അസീസ്, KV ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. DYFI കോവിലകത്തുകുന്ന് യൂണിറ്റ് പഠനോത്സവം സംഘടിപ്പിച്ചു. DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. മാറാരോഗമുണ്ടായാൽ എല്ലാം ഇടപെടുകയും അതിലെല്ലാം
പ്രതിരോധം സൃഷ്ടിക്കേണ്ടിടത്ത് പ്രതിരോധം സൃഷ്ടിക്കുകയും നാടിനെ ചേർത്ത് നിർത്തേണ്ടിടത്ത് അങ്ങനെ ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ് DYFI. ഇപ്പോൾ അവസാനം നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒന്നാണ് ഇത് വയനാട്ടിലെ ചൂരൽമലയിലെ മുണ്ടക്കൈ ദുരന്തം. അസാധാരണമായ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മലവെള്ളപ്പാച്ചിലുണ്ടായ സമയത്ത് നൂറുകണക്കിന് മനുഷ്യരുടെ വീടുകൾ ഒലിച്ചുപോയി, നൂറുകണക്കിന് മനുഷ്യർ മരണത്തിന് കീഴ്പ്പെട്ടു, പലരെയും കാണാതായി. വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. ആ സാഹചര്യത്തിൽ അവിടെ മനുഷ്യരെ തെരയുന്നതിന് രക്ഷാപ്രവർത്തനത്തിനെല്ലാം DYFIയുടെ യൂത്ത് ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഏറ്റവും സജീവമായി ഗവൺമെന്റിനോടും മറ്റ് സംഘടനകളോടും ഒക്കെ ഒപ്പം ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. DYFI യൂണിറ്റ് പ്രസിഡന്റ് KA സോഫിയ അധ്യക്ഷത വഹിച്ചു. അസ്ലം TR, സോഫിയ KA, AS റോസൽ രാജ്, RL ശ്രീലാൽ, KS സെന്തിൽ, C ധനുഷ് കുമാർ, PV വിനു, ആരോമൽ VS, VK റാഫി, സിനി അൻവർ, MM ഷമേജ്, KR അനീഷ്, TK ഷറഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അവധിക്കാല ക്യാമ്പുകളുടെ സമാപനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള സമ്മാനദാനവും നടത്തി. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. TN തിലകൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൌമി പ്രസാദ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ഹരി, പഞ്ചായത്ത് അംഗങ്ങളായ നീതു സുജേഷ്, രഞ്ജിനി സത്യൻ, വായനശാല സെക്രട്ടറി PR ജോഷി, പ്രസിഡന്റ് PC ബാലൻ, KA കൊച്ചുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന കവി തിലകൻ പണ്ഡിറ്റ് കറുപ്പന്റെ 142ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ആനാപ്പുഴയിൽ അനുസ്മരണ സമ്മേളനവും ജാതിക്കുമ്മി കവിതാ പുരസ്കാര സമർപ്പണവും നടന്നു. കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ പലരും വിപണിയിലിരിക്കുന്ന ആളുകളൊക്കെ തന്നെയുള്ള ആളുകൾ പലരുമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പറയും, ഇത്തവണ ജയിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ മന്ത്രിയാകാൻ സാധ്യതയുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാനതിങ്ങനെ തമാശയായിട്ട് ഇങ്ങനെ തിരിച്ചു കളിച്ച് പോകാറാണ് പതിവ്. പക്ഷെ എനിക്കറിയില്ല, എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞാണ് അങ്ങനെ ഒരു തീരുമാനം യാഥാർത്ഥ്യമാകുന്നത്. ആദ്യ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ തന്നെ യുവജന കായികക്ഷേമ വകുപ്പിൻ്റെ കൂടി മന്ത്രിയായി ചുമതലയേറ്റെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. പറയുമ്പോൾ രണ്ട് വകുപ്പ് മാത്രം എല്ലാവരും പറയും, പക്ഷെ അതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട മറ്റു 2-3 വകുപ്പുകൾ കൂടി ഉള്ളത് പുരാവസ്തു പിന്നീടാണെന്നുള്ളതാണ്. ഇപ്പോൾ പഴയതും പുതിയതും നമ്മുടെ കയ്യിൽ തന്നെയാണ്. പുരാവസ്തുവും ആർക്കിയോളജിയും കൂടെയുണ്ട്. കൂടെ ചെറുപ്പക്കാർക്ക് താല്പര്യമുള്ള സ്പോർട്സും യുവജനത്തിനും കൂടി നമ്മുടെ ഭാഗമായിട്ടുണ്ട്. നമ്മുടെ പഴയകാല ചരിത്രം എന്ന് പറയുന്നത് ഒരുപാട് ജാതീയമായ വേർതിരിവുകളുടെ, മാറ്റി നിർത്തലുകളുടെ, അകറ്റി നിർത്തലുകളുടെ, തീണ്ടാപ്പാടകലങ്ങളിലേക്ക് ഒഴിവാക്കപ്പെട്ട് നിർത്തപ്പെട്ട ഒരുപാട് ജനവിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മൺപാത്രങ്ങളെക്കുറിച്ച് എന്ന കവിതയ്ക്കാണ് 2022 ജാതിക്കുമ്മി കവിതാ പുരസ്കാരം. 10,001 രൂപയും ഫലകവും ഫലവൃക്ഷത്തൈയും അടങ്ങുന്ന പുരസ്കാരം ഡെറിപ്പോളിന് മന്ത്രി OJ ജനീഷ് സമ്മാനിച്ചു. വായനശാല സന്ദർശിച്ച മന്ത്രി വായനശാലയിൽ അംഗത്വം എടുത്തു. കല്യാണദായനി സഭ പ്രസിഡന്റ് NK തങ്കരാജ് അധ്യക്ഷത വഹിച്ചു. ധീവരസഭ സംസ്ഥാന ട്രഷറർ ജനാർദ്ദനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. ഉയരെ 2026 എന്ന പേരിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എടവലങ്ങ് പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥിനികളെയും എടവലങ്ങ് BJP പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. BJP എടവലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് സൂരജ് വലിയ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, എടവലങ്ങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ഗവൺമെന്റ് TTIയിലെ 2023-25 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടത്തി. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലിജി ജോജി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P ചാത്തുക്കുട്ടി അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ VJ ജോജി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ അജു P ആന്റണി, ANCS അൻസല, ലൗലി ചന്ദ്രൻ, CS ജിനക്സ്, A ആകാശ്, കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ചായപ്പൻകുഴി സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ബിഷപ്പ് പോളി കണ്ണുകടൻ അധ്യക്ഷനായി. ഫാദർ ഡാനിയൽ വാരമുത്ത്, വർഗീസ് പൊറായി, AA പിയൂസ്, KM ജോസ്, ജോയ് നെടുങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ നഗരത്തെ 3 മണിക്കൂറോളം പരിഭ്രാന്തിയിലാഴ്ത്തിയ കൊമ്പൻ ശിവലക്ഷ്മി ഇടഞ്ഞോടിയ സംഭവത്തിൽ നാശനഷ്ടങ്ങളുടെ പ്രാഥമിക കണക്ക് പുറത്തുവന്നു.
വീടുകളും പൊതുസൗകര്യങ്ങളും തകർന്ന സംഭവത്തിൽ 1.5 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനം. ദേശീയപാത നിർമ്മാണ കമ്പനിക്കെതിരെ കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധം ശക്തമാകുന്നു. നഗരസഭയുമായുള്ള കരാർ ലംഘിച്ചെന്നാരോപിച്ച് LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപരോധിച്ച് സമരം. കൊടുങ്ങല്ലൂർ UDF-ൽ മുസ്ലിം ലീഗിന് അവഗണനയെന്ന പരാതിയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. മാളയിൽ മന്ത്രി OJ ജനീഷ് നൽകിയ സ്വീകരണ ചടങ്ങിൽ നിന്ന് ലീഗ് നേതൃത്വം വിട്ടുനിന്നതോടെയാണ് മുന്നണിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ പുറത്ത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.